എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ മാത്രമേ കേട്ടോ ഈ കൂടും കുടുക്കി എടുത്ത് എല്ലാവരും കൂടി ഈ ഒരു പോക്ക് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിവിടെ പോകുന്നത് അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഏകദേശം 2 മാസത്തിന് മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്തിടാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ട്രൈപ്പോഡും എനിക്ക് പോകുന്ന വയ്ക്ക് കുറിക്കാനുള്ള ചിപ്സും എല്ലാം ആയിട്ട് ഞങ്ങളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലിതാ മാമൻ്റെ മോളെ നിശ്ചയമാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട, ഭയങ്കര ഉറക്കക്ഷീണത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇവർ ചായ കുടിക്കാമെന്ന് പറഞ്ഞൊക്കെ നിർത്തി. പക്ഷേ ഞാൻ ഉറക്കക്ഷീണമായിട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തട്ടുകട കണ്ട് കയറി നോക്കുമ്പോൾ എൻ്റെ അമ്മ പിന്നെ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു വിശപ്പ് വന്നു. ഫുഡ് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇതവിടെ കിടന്ന് ഫുഡിന് വേണ്ടി വ്യഗ്രത കൊള്ളുകയാണ്. ഉറങ്ങിക്കാണുന്ന എന്നെ വിളിച്ചിട്ട് ചായ കുടിക്കാൻ നിർബന്ധിച്ചു. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചു വരുത്തേണ്ട പ്രതികാരം ചെയ്യായിരുന്നു ഞാനിവിടെ. ദോശ 1 വന്നു, 2 വന്നു, 3 വന്നു. പിന്നെ എത്രയാണ് കഴിച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കൂടെ നല്ല ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് വിരോധി ദൂരെ പോയിരുന്നിട്ടുണ്ട്. ലൈറ്റ് ചായ കുടിക്കാൻ വന്നതാണ്. ഇതിപ്പോ ഗ്രാൻഡ് ചായ. ഞാൻ വയറൊക്കെ നിറഞ്ഞ സ്ഥിതിക്ക് പൊറോട്ട അടിക്കുന്ന എങ്ങനെയെന്ന് കണ്ടാലെന്ന് കരുതാ ഈ ചേട്ടൻ ഇവിടുന്ന് പൊറോട്ട പരത്തി കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അത് നോക്കാൻ വേണ്ടി പോയിരിക്കാണ്. പരത്തിക്കോ? അടിച്ചോ? അടിക്കുന്നില്ല. അടിച്ച പൊറോട്ട എന്ന് പറയില്ല, അങ്ങനെ പൊറോട്ട അങ്ങനെ അടിക്കുന്നത് നോക്കാൻ വേണ്ടി പോയതായിരുന്നു സൂര്യ. അപ്പോൾ അതവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളടുത്ത് വന്ന് നോക്കും, പിന്നെ ചെന്ന് നോക്കും. അങ്ങനെ ഈ ചേട്ടൻ ഓരോന്നോരോന്നായി മറിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അടിക്കലും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് അത് ഓരോന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കി നിന്ന് ബില്ലൊക്കെ കൊടുത്തപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ നേരെ എന്ത് ചെയ്യാണ് പോവുകയാണ്. റീലിനോട്ടിനെ എല്ലാവരും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റ് മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ ഞങ്ങളിങ്ങനെ വെയിറ്റ് നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ എത്തി കുറേ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ വലിയ നിർബന്ധിച്ചപ്പോൾ കുറച്ച് നെയ്ച്ചോറൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. എൻ്റെ വയറ്റിന് എന്തോ ഒരു തിണ്ട് തോന്നി. എത്ര കഴിച്ചിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് പോകേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വലിയ മിസ്തി ഇട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ.